ഹലോ എവരിവൺ. നമ്മളിപ്പോൾ പുറത്ത് പോയൊരു സിനിമ കണ്ടിട്ട് അതിൻ്റെ റിവ്യൂ കഴിഞ്ഞിട്ട് കുറേ നാളായി. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത്തവണ ഒബ്രമോളിലെ PVR പോകുന്നു, ഒരു റിവ്യൂ തരുന്നു. സോ നമ്മൾ കാണാൻ പോയ സിനിമ തലവൻ. അതിനകത്ത് മെയിൻ ക്യാരക്ടേഴ്സിനെ പ്ലേ ചെയ്യുന്നത് ബിജു മേനോനും ആസിഫ് അലിയുമാണ്. അതോടൊപ്പം തന്നെ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ധാരാളം നമുക്ക് പരിചയമുള്ള ആക്ടേഴ്സ് പ്ലേ ചെയ്യുന്നുണ്ട്. സോ ഇത്ര നാളും നമ്മൾ കാര്യമായിട്ട് സിനിമയൊന്നും കാണാൻ പോയില്ലായിരുന്നു, കാരണം നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സിനിമയും കുറേ നാളായിട്ട് വന്നിട്ടില്ല. ഈ വർഷത്തെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2 സിനിമകളാണ് അന്വേഷിപ്പും കണ്ടെത്തും, പിന്നെ ഓസ്ലർ. സോ ബേസിക്കലി ഏത് ടൈപ്പ് മൂവീസാണ് നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി കാണുമല്ലോ. സോ അങ്ങനെ കുറച്ച് മൂവീസ് വന്നിട്ടുള്ളൂ. അപ്പോൾ സെയിം ടൈപ്പ് ഓഫ് ത്രില്ലർ മൂവിയാണ് ഈ പറഞ്ഞ തലവൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ മൂവിയും ബേസിക്കലി ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ മൂവിയാണ്. അതുപോലെ തന്നെ ഇതിനകത്ത് ബിജു മേനോനും ആസിഫ് അലിയും പരസ്പരം ഇഷ്ടമല്ലാത്ത പക്ഷേ വളരെ സ്ട്രൈറ്റ് ഫോർവേഡ് ആയിട്ടുള്ള പോലീസ് ഓഫീസറാണ് ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത്. വളരെ നല്ല പെർഫോമൻസസ് ആണ് രണ്ടുപേരുടെയും. അതോടൊപ്പം തന്നെ മെയിൻ ഫീമെയിൽ ക്യാരക്ടേഴ്സ് പ്ലേ ചെയ്യുന്നത് ഒന്ന് മിയയും മറ്റേത് അനുശ്രീയുമാണ്. അതോടൊപ്പം തന്നെ ദിലീഷ് പോത്തൻ, ജാഫർ ഇടുക്കി, പിന്നെ രഞ്ജിത്ത്, ജോജി ജോൺ, കോട്ടയം നസീർ, അങ്ങനെ വളരെ നല്ലൊരു സപ്പോർട്ടിംഗ് കാസ്റ്റ് ഈ സിനിമയിൽ നമുക്ക് കാണാൻ സാധിക്കും. അവരെല്ലാവരും വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള പോർട്രയലാണ് നടത്തിയിട്ടുള്ളത്. അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ വളരെ നല്ല ഒരു വർക്കാണ് അവരെല്ലാവരും ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിനകത്ത് ഹീറോയിസം ഒട്ടുമില്ല. ഇപ്പോൾ നമുക്ക് 2 മെയിൻ ക്യാരക്ടേഴ്സ് ഉണ്ട്. അവർ രണ്ടുപേരും പോലീസുകാരാണ്. ഇപ്പോൾ ബിജു മേനോൻ പ്ലേ ചെയ്യുന്ന ക്യാരക്ടറും ആസിഫ് അലി പ്ലേ ചെയ്യുന്ന ക്യാരക്ടറും അവർ രണ്ടുപേരും പോലീസുകാരാണ്. പക്ഷേ അവരൊരിക്കലും വളരെയധികം ഹീറോയിസം കാണിക്കുന്ന ടൈപ്പ് ഓഫ് ഓഫീസേഴ്സ് അല്ല. അവർക്കെല്ലാം അവരുടെ പ്രശ്നങ്ങളുണ്ട്, അവരുടെ കുറ്റങ്ങളും കുറവുകളുമുണ്ട്, അവരുടെ ഫാമിലി പ്രോബ്ലംസും ഉണ്ട്. അതുകൊണ്ട് തന്നെ അവരുടെ ഈഗോ പ്രോബ്ലംസും ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊരിക്കലും അവർ മാറി നിൽക്കുന്നില്ല. അവരുടെ ക്യാരക്ടേഴ്സിൻ്റെ മെയിൻ പ്രോബ്ലംസ് എല്ലാം നമുക്ക് അവിടെ കാണാൻ പറ്റും. അല്ലാതെ ഒരു സൂപ്പർ ഹ്യൂമണോ പ്രശ്നങ്ങൾ പെട്ടെന്ന് സോൾവ് ചെയ്യുന്ന ഒരാളോ അല്ല ഇവർ രണ്ടുപേരും. അവർ രണ്ടുപേരുടെയും പ്രശ്നങ്ങൾ അവിടെ ബേസിക്കലി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ എല്ലാവർക്കും അറിയുകയും ചെയ്യാം. സോ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലീസ് ഓഫീസേഴ്സിനെ സാധാരണക്കാരുടെ തന്നെ കാണാൻ സാധിക്കും. അല്ലാതെ സൂപ്പർ ഹ്യൂമൺ കുറേ പേരെ തല്ലി ഓടിക്കുന്ന ആ ടൈപ്പ് ഓഫ് ഹീറോസ് അല്ല ഇവർ രണ്ടുപേരും. അതുപോലെ തന്നെ ഈ സിനിമയുടെ ട്വിസ്റ്റുകളെല്ലാം വളരെ എഫക്റ്റീവാണ്. ഇതിൻ്റെ ഫൈനൽ വിന്നിനെ നമ്മളൊരിക്കലും അത്ര പെട്ടെന്ന് ഗസ് ചെയ്യില്ല. അതോടൊപ്പം തന്നെ ഇതിനിടയ്ക്ക് തന്നെ പല ചെറിയ ട്വിസ്റ്റുകളും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ഈ മൂവി മുമ്പോട്ട് പോകും എന്ന് ആദ്യം വിചാരിക്കുന്നത് പോലെയല്ല പിന്നെ ഈ മൂവി മുമ്പോട്ട് പോകുന്നത്. അതിനിടയ്ക്ക് പല രീതിയിലുള്ള ചേഞ്ചസ് ഉണ്ടാകുന്നുണ്ട്. ക്യാരക്ടേഴ്സിൻ്റെ കാര്യത്തിലാണെങ്കിലും അവരുടെ സിറ്റുവേഷൻസിലാണെങ്കിലും നമ്മൾ ഫസ്റ്റ് ഹാഫ് വിചാരിക്കുന്ന പോലെയല്ല ഈ സ്റ്റോറി പിന്നീട് അങ്ങോട്ട് മുമ്പോട്ട് പോകുന്നത്. പിന്നെ ലാസ്റ്റ് ആകുമ്പോൾ ദ ഫൈനൽ ട്വിസ്റ്റ് അതും വളരെ എഫക്റ്റീവാണ്. ഇപ്പോൾ വേറെ ചില മൂവീസൊക്കെ കുറച്ചുകൂടെ നന്നായിട്ട് റൺ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും ഈ മൂവി വളരെ നന്നായിട്ട് എടുത്തിട്ടുള്ള ഒരു മർഡർ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ തന്നെയാണ്. സോ ഈ മൂവി ആയിരിക്കില്ല ഏറ്റവും ഹൈ ഗ്രോസിംഗ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ ക്രൗഡ് പുള്ളിങ്ങോ ആയിട്ടുള്ളത്. പക്ഷേ നമ്മൾ നോക്കുവാണെങ്കിൽ നമുക്കറിയാം ഈ മൂവിയുടെ മേക്കിംഗ് വളരെ നല്ലതാണ്. ഇത് സ്റ്റാർട്ടിങ് തൊട്ടേ ഇതിലൊരു ഫോക്കസ് ഉണ്ട്. ഇത് നന്നായിട്ട് ആ ഫൈനൽ ഗോളിലേക്ക് കൃത്യമായിട്ട് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് പോകുന്നുണ്ട്. അത് ബേസിക്കലി എല്ലാ മൂവിക്കും സംഭവമല്ല, കാരണം കൂടുതൽ മൂവീസും ഓഡിയൻസിനെ ഇൻട്രസ്റ്റഡ് ആക്കാൻ അല്ല അവരുടെ ഫാൻസിനെ ഇൻട്രസ്റ്റഡ് ആക്കാൻ വേണ്ടി ചെയ്യുന്നതാണ്. പക്ഷേ ഇത് അങ്ങനത്തെ ഒരു മൂവിയല്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അന്വേഷിപ്പും കണ്ടെത്തും, ഓസ്ലർ അങ്ങനത്തെ മൂവീസ് ഇഷ്ടമാണെങ്കിൽ, ആ ടൈപ്പ് ഓഫ് മൂവീസ് ഇഷ്ടമാണെങ്കിൽ ഇത് ഉറപ്പായിട്ടും ഇഷ്ടമാകും. അതോടൊപ്പം തന്നെ നല്ല പെർഫോമൻസും കൂടെ ഉള്ളതുകൊണ്ട് ഇത് ബേസിക്കലി നമുക്ക് റീവാച്ച് ചെയ്യാൻ കൂടി പറ്റുന്ന ടൈപ്പ് ഓഫ് മൂവിയാണ്. ഇവിടെന്തോ വിനോദ ട്വിസ്റ്റ്, പക്ഷേ എങ്കിലും അതിൻ്റെ ആ പ്രൊസീജിയർ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ത്രൂ ഔട്ട് തോന്നും. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടുള്ള റിവ്യൂസിന് വേണ്ടി movieswiththesoul.com വെബ്സൈറ്റ് സന്ദർശിക്കുക. താങ്ക് യു.